രാജ്യാന്തര ചലച്ചിത്രമേള ഈ മാസം 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് നടക്കും. 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. മേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനവും ഡെലിഗേറ്റ് പാസ് വിതരണവും നടന്നു. 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ പ്രതിനിധികളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കുള്ള ഡെലിഗേറ്റ് പാസ് വിതരണം ചെയ്തു തുടങ്ങി. മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. എല്ലാത്തിനുപരിയാണ് മനുഷ്യൻ എന്ന ഏറ്റവും വലിയ ഉജ്ജ്വലമായ ആശയം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ കേരളം കാണിക്കുന്ന ഈ ആത്മാർത്ഥതയാണ് ഈ രാജ്യാന്തര ചലച്ചിത്രമേള. ഡെലിഗേറ്റ് കിറ്റിന്റെ വിതരണോദ്ഘാടനം മന്ത്രി ചലച്ചിത്ര താരങ്ങളായ ഷറഫുദ്ദീനും മഹിമ നമ്പ്യാർക്കും നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഷറഫുദ്ദീൻ ഫെസ്റ്റിവൽ അനുഭവം പങ്കുവച്ചപ്പോൾ മഹിമ നമ്പ്യാർ ആദ്യമായിട്ടാണ് ഫെസ്റ്റിവൽ വേദിയിലേക്ക് എത്തുന്നത്. എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും IFFKക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 പ്രാവശ്യം ഞാൻ IFFKക്ക് വന്നിരിക്കുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യവും ഗുരുത്വമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളകളിലൊന്നാണ് IFFK എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ സൗഹൃദങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ്. ഇതുവരെയും ഞാനൊരു ചലച്ചിത്രമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ആലുവയിലെ ചലച്ചിത്രമേള, പിന്നെ ഈ IFFK മാത്രമേ ഉള്ളൂ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിങ്ങനെ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു സ്റ്റേജ്, ഇത്രയും പ്രമുഖരുടെ മുന്നിൽ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. മേളയിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഡെലിഗേറ്റ് സെല്ലിൽ നിന്ന് പാസും ഫെസ്റ്റിവൽ കാറ്റലോഗും ഷെഡ്യൂളും അടങ്ങിയ കിറ്റ് കൈപ്പറ്റാവുന്നതാണ്. 13,000-ലധികം ഡെലിഗേറ്റുകൾ മേളയിൽ പങ്കെടുക്കും. മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് ഇത്തവണ പ്രദർശിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.